Hi friends, welcome to Techolas. നമ്മൾ ആർ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ദെൻ അതിലെ ഫസ്റ്റ് ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഡേറ്റ സ്ട്രക്ചേഴ്സ്? ആർ ഡേറ്റ സ്ട്രക്ചേഴ്സ്. Data structures refer to the different ways data can be organized and stored. ഡേറ്റ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. ആറിൽ ഡിഫറെൻറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. വെക്ടേഴ്സ്, ലിസ്റ്റ്, മെട്രിസസ്, അറേസ്, ഡേറ്റ ഫ്രെയിംസ് ആൻഡ് ഫാക്ടേഴ്സ്. അതിൽ വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വെക്ടർ? A vector is simply a list of items that are of the same type. ഒരേ ടൈപ്പിലുള്ള ഐറ്റംസിന്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വെക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാനൊരു വെക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വി എന്നുള്ള ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണം. അപ്പോൾ വിയിലോട്ട് ഞാനിവിടെ കുറച്ച് നമ്പേഴ്സിനെയാണ് വെക്ടറിന്റെ ഐറ്റംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ വി എന്നുള്ളത് വേരിയബിൾ ആണ്. 1 2 3 4 5 6 7 ഇതൊക്കെയാണ് ആ ഒരു വെക്ടറിലുള്ള ഐറ്റംസ്. ഇവിടെ ഈ സി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഐറ്റംസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വെക്ടറിലുള്ള ഓരോ ഐറ്റംസും സെയിം ഡേറ്റ ടൈപ്പിലായിരിക്കണം. ഇവിടെ ഉള്ളത് എല്ലാം ന്യൂമറിക് ഡേറ്റ ടൈപ്പിലാണ് ഉള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്ട്രിങ് ഐറ്റംസ് ഉള്ളതോ അല്ലെങ്കിൽ ലോജിക്കൽ വാല്യൂസ് ഉള്ള വെക്ടേഴ്സോ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വേറൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യുക. അതിലെല്ലാം സ്ട്രിങ് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസിനാണ് അസൈൻ ചെയ്യുന്നത്. എ ബി സി ടി ഇ എഫ് ജി എച്ച് ഐ ഇതൊക്കെ സ്ട്രിങ് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് ആണ്. ഇനി അടുത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ലോജിക്കൽ ഡേറ്റ ടൈപ്പ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ഈ രണ്ട് വാല്യൂസ് വെച്ചിട്ട് വെക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിന് എൽ എന്നുള്ളൊരു പേര് കൊടുത്തു. എല്ലില് ട്രൂ, ഫോൾസ്, ട്രൂ. ഇതൊരു വെക്ടർ ആണ്. ഇതിലുള്ള ഐറ്റംസ് ഒക്കെ ലോജിക്കൽ ഡേറ്റ ടൈപ്പിലുള്ളതാണ്. ഇങ്ങനെ സെയിം ഡേറ്റ ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ഐറ്റംസിന്റെ അല്ലെങ്കിൽ വാല്യൂസിന്റെ കളക്ഷനെയാണ് നമ്മൾ ഒരു വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള വെക്ടേഴ്സിന് നമുക്കൊരു സീക്വൻസ് ഓഫ് വാല്യൂസിനെ സീക്വൻസ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസിനെ വെക്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ വിയിലോട്ട് സി 1 7 കൊടുക്കുന്നു. ഇവിടെ ആക്ച്വലി വിയിൽ ഒരു വെക്ടർ ആണുള്ളത്. ആ വെക്ടറിൽ 1 മുതൽ 7 വരെയുള്ള വാല്യൂസ് ഉണ്ടാവും. ന്യൂമറിക്കൽ വാല്യൂസ് അതേപോലെ ഉണ്ടാവും. നമുക്കതിനെ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. പ്രിന്റ് വി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 2 3 4 5 6 7 വരെയുള്ള വാല്യൂസ് ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. സോ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ന്യൂമറിക്കൽ വാല്യൂസിന്റെ സീക്വൻസ് ഓഫ് വാല്യൂസിന്റെ ഒരു വെക്ടറിനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് സീക്വൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് സീക്വൻസ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിന്റെ ഫ്രം ആർഗ്യുമെന്റിൽ ഒരു വാല്യൂ കൊടുക്കുന്നു. സപ്പോസ് 2 ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ദെൻ 2 ആർഗ്യുമെന്റിൽ വേറൊരു വാല്യൂ കൊടുക്കുന്നു. അതിനുശേഷം ബൈ ആർഗ്യുമെന്റിൽ വേറൊരു വാല്യൂ കൊടുക്കുന്നു. ഇവിടെ ഫ്രമിന്റെ വാല്യൂ എത്രയാണോ അത് മുതൽ 2ന്റെ വാല്യൂ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതുവരെ ആണ് നമുക്ക് ഐറ്റംസ് കിട്ടുക, ആ ഒരു വെക്ടറിൽ ഉണ്ടാവുക.
അതും നമ്മൾ ബൈയുടെ വാല്യൂ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുക. അതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് വാല്യൂ 2 ആണ്, സെക്കൻഡ് വാല്യൂ 2 പ്ലസ് 2 4 ആണ്, then again 4 plus 2 6, 2 4 6 8 10 അങ്ങനെ 50 വരെയുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള u എന്ന് പറയുന്ന വെക്ടറിൽ ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ആ വെക്ടറിനെ പ്രിന്റ് ചെയ്യിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം 2 4 6 8 10 50 വരെയുള്ള വാല്യൂസ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ന്യൂമറിക്കൽ വാല്യൂസിന്റെ സീക്വൻസിനെ നമുക്കൊരു വെക്ടർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെ എങ്ങനെ ഒരു വെക്ടറിലുള്ള ഐറ്റംസിന്റെ എണ്ണം കണ്ടുപിടിക്കാം, ഒരു വെക്ടറിലുള്ള ഡിഫറെന്റ് ഐറ്റംസിന്റെ എണ്ണം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ 5 ഐറ്റംസ് ആണുള്ളത്. സോ നമുക്ക് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ലെങ്ത് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ആ ഒരു വെക്ടറിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള വെക്ടറിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ള ആ ഒരു കൗണ്ട് ആണ് ലെങ്ത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് തരിക. അതിനെ പ്രിന്റ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൗണ്ട് ആണ് കിട്ടുക. ഇവിടെ 5 ആണ് v എന്ന് പറയുന്ന വെക്ടറിലുള്ള ഐറ്റംസിന്റെ എണ്ണം. ആ 5 തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതുപോലെ വെക്ടറിനെ എങ്ങനെ സോർട്ട് ചെയ്യാം, ഐദർ ആൽഫബറ്റിക്കലി ഓർ ന്യൂമറിക്കലി. ന്യൂമറിക്കൽ വാല്യൂസ് ഉള്ള വെക്ടർ ആണെങ്കിൽ ന്യൂമറിക്കലി നമുക്ക് സോർട്ട് ചെയ്യാം. ആൽഫബറ്റിക്കലി സ്ട്രിങ് വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൽഫബറ്റിക്കലി സോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു വെക്ടറിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വെക്ടറിനെ സോർട്ട് ചെയ്ത് നോക്കാം. സോർട്ട് ചെയ്യുന്നത് നമ്മൾ സോർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. പ്രിന്റ് സോർട്ട് v. ഇവിടെ കാണാം നമ്മുടെ ഒറിജിനൽ വെക്ടറിൽ 4 3 6 7 8 ആ ഒരു ഓർഡറിലാണ് ഐറ്റംസ് ഉള്ളത്. പക്ഷെ നമ്മൾ സോർട്ട് ചെയ്ത് വന്നതിന് ശേഷമുള്ള വെക്ടറിൽ 3 4 6 7 8 അതായത് വാല്യൂസിന്റെ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ സ്ട്രിങ് വാല്യൂസ് ഉള്ള വെക്ടർ ആയിരുന്നെങ്കിൽ, അതായത് വേർഡ്സ് ഒക്കെ ഉള്ള വെക്ടർ ആയിരുന്നെങ്കിൽ അതിനെ ആൽഫബറ്റിക് ഓർഡറിലാണ് സോർട്ട് ചെയ്തിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറെ ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് വാല്യൂസ് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ സോർട്ട് ചെയ്യണമെങ്കിൽ പ്രിന്റ് സോർട്ട് ചെയ്തതിന് ശേഷം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ABC. ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്സ് ഒക്കെ ആദ്യം വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സെക്കൻഡ് ക്യാരക്ടർ ഏതാണെന്നുള്ളത് നോക്കും. സെക്കൻഡ് ക്യാരക്ടർ ബി ആണ്, ഈ രണ്ടിലും ബി ആണ്. ഓക്കെ, തേർഡ് ക്യാരക്ടർ വന്നിട്ടുള്ളത് ബി ആണ്, ഇവിടെ സി ആണ്. സോ ബി ആണ് ആദ്യം വരിക. സോ ഈ ഒരു സ്ട്രിങ്ങിനെ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവന്നു. ഈ ഒരു രീതിയിലാണ് നമുക്ക് സോർട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടിനെ കിട്ടുക. ഇനി അതുപോലെ നമുക്ക് വെക്ടറിലെ ഇൻഡിവിജ്വൽ ഐറ്റംസിനെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാം. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വെക്ടറിലെ ഓരോ ഐറ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ. അതിന്റെ പൊസിഷൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഈ ഒരു വെക്ടർ എടുക്കാം. ഇതിൽ ടോട്ടൽ 5 ഐറ്റംസ് ഉണ്ട്. ഇതിലെ ഫസ്റ്റ് ഐറ്റത്തിന്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് ഐറ്റത്തിന്റെ 2 3 4 5 അങ്ങനെയാണ് അതിന്റെ ഇൻഡെക്സ് നമ്പർ വരിക. ആ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് ഐറ്റത്തിനെ ആക്സസ് ചെയ്തിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ പ്രിന്റ് v2
വി ആണ് നമ്മുടെ വെക്ടർ. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ ഏത് ഐറ്റത്തിനെയാണോ ആക്സസ് ചെയ്യേണ്ടത് അതിന്റെ ഇൻഡെക്സ് നമ്പർ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ഐറ്റത്തിനെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ അവിടെ 1 ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ബിഗിനിങ്ങിലുള്ള ഐറ്റമാണ് കിട്ടുക. 4 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഐറ്റംസിനെ വേണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ഐറ്റത്തിന്റെ ഇൻഡെക്സ് പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പറും നമുക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റംസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് സി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു വെക്റ്റർ ആയിട്ട് തന്നെ അതിനെ പാസ് ചെയ്ത് കൊടുക്കണം. അതായത് പ്രിന്റ് നമ്മൾ ഏത് വെക്ടറിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, വി എന്ന് പറയുന്ന വെക്ടറിൽ നിന്നാണ് ഐറ്റംസിനെ ആക്സസ് ചെയ്യുന്നത്. വി അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ ഇവിടെ സി ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഡിഫറെന്റ് ഐറ്റംസിന്റെ ഇൻഡെക്സ് പൊസിഷൻ പാസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2, 5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലുള്ളതും ഫിഫ്ത്ത് പൊസിഷനിലുള്ളതും ആ രണ്ട് ഐറ്റംസിനെയാണ് നമുക്ക് അവിടെ കിട്ടുക. 3 and 8 ഇവിടെ കിട്ടിയിട്ടുള്ള 3 and 8. 3 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലുള്ളതാണ്. 8 എന്ന് പറയുന്നത് ഫിഫ്ത്ത് പൊസിഷനിലുള്ള ഐറ്റം ആണ്. ഇനി അതുപോലെ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എലമെന്റ്സിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ ഒഴിവാക്കാൻ പറ്റും. അതായത് ഇവിടെ ഉള്ള ഈ ഒരു വെക്ടറിലെ ഒന്നാമത്തെ ഐറ്റം ഒഴികെ ബാക്കിയുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ റിസൾട്ടിൽ വേണ്ടുവെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഐറ്റത്തിന്റെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രിന്റ് വി ആണ് നമ്മുടെ വെക്ടർ. ദെൻ സി ഫംഗ്ഷൻ ഏത് ഐറ്റത്തിനെയാണോ ഒഴിവാക്കേണ്ടത്, ഇവിടെ ഫസ്റ്റ് ഐറ്റത്തിനെയാണ് നമുക്ക് ഒഴിവാക്കിയിട്ട് കിട്ടേണ്ടത്. സോ -1 നെഗറ്റീവ് ഇൻഡെക്സ് യൂസ് ചെയ്യാം. -1 കൊടുത്തിട്ട് ഫസ്റ്റ് ഐറ്റത്തിന് ഒഴികെ ബാക്കിയുള്ള ഐറ്റംസിനെ പ്രിന്റ് ചെയ്യിക്കുക. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3, 6, 7, 8 അതായത് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന 4 ഒഴികെ ബാക്കിയുള്ള ഐറ്റംസിനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐറ്റംസിനെ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഐറ്റംസിനെ റീപ്ലേസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിലുള്ള രണ്ടാമത്തെ ഐറ്റത്തിനെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വാല്യൂ കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഐറ്റത്തിന്റെ ഇൻഡെക്സ് നമ്പർ റെഫർ ചെയ്തിട്ട് അതിലോട്ട് പുതിയ വാല്യൂ എത്രയാണെന്നുള്ളതിനെ അസൈൻ ചെയ്യാം. ഇവിടെ വിയിലെ സെക്കൻഡ് പൊസിഷനിൽ 100 എന്നുള്ളൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. അതായത് സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ ഉള്ള 3 എന്ന് പറയുന്ന നമ്പറിനെ മാറ്റിയിട്ട് 100നെ അവിടെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം പ്രിന്റ് വി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പർ ചേഞ്ച് ചെയ്തിട്ട് 100ലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാം. ഇനി അതുപോലെ ഇനിയും ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റിപ്പീറ്റ് ഫങ്ഷൻ. നമുക്ക് ഐറ്റംസിന് റിപ്പീറ്റ് ചെയ്യിക്കണമെങ്കിൽ ഒരു വെക്ടറിലെ ഐറ്റംസിനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റിപ്പീറ്റ്, REP. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വെക്ടർ, അതിന്റെ വാല്യൂസ് 2, 3, 4 3 വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം റിപ്പീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിലുള്ള ഐറ്റംസിനെ റിപ്പീറ്റ് ചെയ്യിക്കുന്നു. അപ്പൊ കിട്ടുന്ന റിസൾട്ടിനെ വേറൊരു വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ന്യൂ എന്നുള്ളൊരു വേരിയബിളിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. റിപ്പീറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിലോട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട വെക്ടർ വിനെ പാസ് ചെയ്യുന്നു. ഇതിന് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഓരോ ഐറ്റംസും എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് കിട്ടേണ്ടത്, ഈച്ച് പാരാമീറ്ററിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈച്ച് ആർഗ്യുമെന്റിന്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ എങ്ങനെയാണ് എത്ര വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള വാല്യൂവിനെ പാസ് ചെയ്യേണ്ടത്. സപ്പോസ് ഇവിടെ ഒരു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനുശേഷം പ്രിന്റ് ന്യൂ കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, ഇവിടെ ഒരു സി മിസ്സായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസും, ഈ ഒരു വെക്ടറിലുള്ള ഓരോ ഐറ്റംസും റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും ഓരോ ഐറ്റംസും 2 പ്രാവശ്യം വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ആ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈച്ച് പാരാമീറ്ററിന്റെ വാല്യൂ. അവിടെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അത്രയും പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരിക. അവിടെ ഒരു 4 ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഓരോ ഐറ്റംസും 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. 2, 3, 4 എല്ലാം 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഐറ്റത്തിന്റെയും ഡിഫറെന്റ് കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് ഓരോ ഐറ്റത്തിനെയും ഡിഫറെന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറൊരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യാണ്. അതില് 5, 6, 7 3 വാല്യൂസിനെ പാസ് ചെയ്തു. ഇനി ഇതിനെ റിപ്പീറ്റ് ചെയ്യണം. അതും ഒന്നാമത്തെ ഐറ്റത്തിനെ ഒരു 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ഐറ്റത്തിനെ 3 ടൈംസ്, മൂന്നാമത്തെ ഐറ്റത്തിനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ന്യൂ യു എന്നുള്ള ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം റിപ്പീറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫസ്റ്റ് ആർഗ്യുമെന്റിൽ റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ട വെക്ടറിനെ പാസ് ചെയ്യുന്നു. സെക്കൻഡ് ആർഗ്യുമെന്റിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം, അതും ഓരോന്നും ഡിഫറെന്റ് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതിനെ ടൈംസ് എന്നുള്ള ഒരു പാരാമീറ്ററിലോട്ട് പാസ് ചെയ്യാം. അവിടെ വെക്ടർ ആയിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂവിനെ പാസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഐറ്റത്തിനെ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം, രണ്ടാമത്തേതിനെ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം, മൂന്നാമത്തേതിനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 2, 4, 5. ഇവിടെ 5നെ, അതായത് ഫസ്റ്റ് ഐറ്റത്തിനെ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യും, സെക്കൻഡ് ഐറ്റത്തിനെ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യും, തേർഡ് ഐറ്റത്തിനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. പ്രിന്റ് ന്യൂ യു റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം 5 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, 6 4 പ്രാവശ്യം വന്നിട്ടുണ്ട്, 7 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ റിപ്പീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐറ്റംസിനെ റിപ്പീറ്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് വെക്ടേഴ്സിൽ പറയാനുള്ളത്. വെക്ടേഴ്സ് എന്നുള്ളത് ആർ ഡേറ്റ സ്ട്രക്ചേഴ്സിലെ ഒരു ഡേറ്റ സ്ട്രക്ചർ മാത്രമാണ്. ഇനിയും ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്: ലിസ്റ്റ്, മെട്രിസസ്, അറേസ്, ഡേറ്റ ഫ്രെയിംസ്, ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് ബാക്കിയുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.